വീഡിയോയിൽ എപ്പോഴും പോലെ തന്നെ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ ഇസ്രായേൽ തകൃതിയായിട്ടുള്ള സെർച്ചോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഇതിന് കാരണം വേറെ ഒന്നുമില്ല, ഈ ജയിലിൽ നിന്ന് തുറന്നു വിട്ടല്ലോ ഒരു 90 പേരെ. അതിൽ ഇവരെയൊക്കെ വിട്ടിരിക്കുന്നത് ഈ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിലാണ്. ഇവരെ വിടുമ്പോഴേ ഇവരുടെ അടുത്ത് പറഞ്ഞാണ് വിട്ടിരിക്കുന്നത്. അതായത് നിങ്ങളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പുറത്ത് കണ്ടാൽ, അതായത് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു തീവ്രവാദികളുമായിട്ടുള്ള ബന്ധം, അതേപോലെ ഇനിയും പോയിട്ട് ഈ ഒരു തീവ്രവാദ പ്രവർത്തനത്തിലോട്ട് ഏർപ്പെടുക, ഇമാതിരിയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ തൂക്കിയെടുത്ത് പൊക്കി അകത്തോണ്ടിടും. ഇത് പറഞ്ഞിട്ടാണ് ഇവരെ വിട്ടിരിക്കുന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇസ്രായേലി പൗരന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളെ തുറന്നു വിടുന്നത്. ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പൊക്കിയെടുത്ത് അകത്തോണ്ടിടും. ചുമ്മാ വെറുതെ കണ്ടാൽ മതി, എടുത്തോണ്ടിടും. അത് തന്നെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇനി ഇപ്പൊ വെസ്റ്റ് ബാങ്കിനകത്ത് ഇറങ്ങിയിരിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ജനീൻ എന്ന് പറഞ്ഞ ആ ഒരു റെഫ്യൂജി ക്യാമ്പിലുള്ള മൊത്തം ആൾക്കാരെയും കാലിയാക്കുകയാണ്. അവിടെ നിന്ന് ഇനി ക്യാമ്പിനകത്ത് ഒരുത്തനും വേണ്ട, നിങ്ങൾ വീടുകളിൽ പൊയ്ക്കുമെന്നാണ് പറയുന്നത്. യുവമാർ ഈ ക്യാമ്പിന് ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഇതുപോലെ തീവ്രവാദ പ്രവർത്തനം തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ PA എന്നോ PLO എന്നോ PIJ എന്നോ ഒരു വ്യത്യാസമില്ല, ഹമാസ് എന്നോ എല്ലാം ഒന്ന് തന്നെയാണ്. ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ്. ഹമാസ് ഒരിക്കലും ഒരു ഓപ്പൺ മീഡിയയിലോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഫോറംസിലോ വന്നിട്ട് അവരെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഫോറംസിൽ UN പോലത്തെ ഒരു സംഘടന, അങ്ങനത്തെ സംഘടനകളിലൊക്കെ ഇവർ ഇൻഡയറക്റ്റ് ആയിട്ടാണ് അവിടെ കയറി പറ്റുന്നത്. ഇവരൊരിക്കലും ഡയറക്റ്റ് ആയിട്ട് അവിടെ പ്രത്യക്ഷപ്പെടത്തില്ല. കാരണം അവർക്ക് പറ്റത്തില്ല, കാരണം അവർക്ക് ലെജിറ്റിമസി ഇല്ല. അത് ഒന്നാമത്തെ കാര്യം. കാരണം ഇത് അൾട്ടിമേറ്റ്ലി തീവ്രവാദമാണ്. ഇവർക്ക് വേണ്ടി അന്താരാഷ്ട്ര സംഘടനകളിലും അന്താരാഷ്ട്ര മേഖലകളിലൊക്കെ ചരട് വലിക്കുന്നത് PA, പാലസ്തീനിയൻ അതോറിറ്റി. ഈ പാലസ്തീനിയൻ അതോറിറ്റി മുഹമ്മദ് അബ്ബാസ്, അയാളാണ് ഗ്ലോബൽ ഫോറമിൽ പോയിട്ട് പാലസ്തീനിയൻ പീപ്പിളിന് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് ബൈ ഡീഫോൾട്ട് ഹമാസും കൂടെ പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ പാലസ്തീനിയൻ അതോറിറ്റിയുടെ ഈ വക ചരടുവലികളാണ് ഹമാസിനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ഈ അബ്ബാസ് പോകുന്നത്, ഗ്ലോബൽ ഫോറംസിൽ പോകുന്നത് ഈ ഒരു ഹമാസിന്റെയും കൂടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് തന്നെയാണ്. ഈ ഹമാസിൽ റിക്രൂട്ട്മെന്റ് നടത്തി വെച്ചിരിക്കുന്ന ആരാണ്? പാലസ്തീനിയൻ സിറ്റിസൺസ് എന്ന് പറയുന്ന ഈ ഗസയ്ക്കുള്ളിലും അതേപോലെ വെസ്റ്റ് ബാങ്കിലൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഇതിനകത്ത് മെമ്പേഴ്സ് ആയിട്ട് ചേരുന്നത്. അപ്പൊ അൾട്ടിമേറ്റ്ലി ഇത് അവരുടെ സിറ്റിസൺസ് ആണ്. ഏറ്റവും കൂടുതൽ ഹമാസ് തീവ്രവാദികൾ ഈ ഒരു വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്ത് സെറ്റിൽ ആയിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് കിട്ടിയതിനെ തുടർന്നാണ്, ഷിൻബെറ്റിന്റെ ഒരു മെസ്സേജ് കിട്ടിയതിനെ തുടർന്നാണ് IDF വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ ആക്രമണം നടത്തുന്നത്. അവിടെ വേറെ ആരെയല്ല ആക്രമണം നടത്തുന്നത്, ഈ തീവ്രവാദികളെല്ലാം ഹമാസ് തീവ്രവാദികളാണ്. അപ്പൊ അവിടെ വെച്ച് ഹമാസിനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ ഗാസ അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ വാറിൽ ഒരു ഐഡിയോളജിക്കൽ ഡയമെൻഷൻ ഉണ്ട്. അത് നമ്മൾ ആർക്കും അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ പാലസ്തീൻ എന്ന് പറയുന്നത് ഒരു ടൂളാണ്. പാലസ്തീൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് പാലസ്തീൻ? ഒരു രാജ്യമാണോ? എത്നിസിറ്റി ആണോ? ലാംഗ്വേജ് ആണോ? പാലസ്തീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി പാലസ്തീൻ ഏഷ്യൻ സ്ക്രിപ്ചറുകളിലൊക്കെ വരുന്ന ഒരു പാലസ്തീൻ എന്താണ്? റോമൻസിന്റെ ടൈമിൽ അവിടെ ജുദയ സമാരിയ എന്ന് പറഞ്ഞുള്ള അപ്പർ സിറ്റി ലോവർ സിറ്റി എന്ന് പറഞ്ഞ 2 സ്റ്റേറ്റുകളായിട്ടാണ് അതുണ്ടായിരുന്നത്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജൂവിഷിന്റെ കൾച്ചറിനെ ഡിമോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റോമൻസ് ഇട്ടുകൊടുത്ത ഒരു പേരാണ്, ഇത് രണ്ടിനെയും മെർജ് ചെയ്തിട്ട് പാലസ്തീന എന്ന് പറഞ്ഞൊരു പേരാണ് ഇട്ടുകൊടുത്തത്. അവിടെയാണ് ഏറ്റവും ആദ്യം ഈ ഒരു പേര് അവിടെ രൂപപ്പെടുന്നത്. അവിടെയാണ് ഈ ഒരു ഐഡന്റിറ്റിക്കലായിട്ട് ഈ ഒരു പേര് ഈ ഒരു സ്ഥലത്തിന് കിട്ടുന്നത്. അതിനുശേഷം പല തവണയായിട്ട് ഇത് റെക്കോർഡിക്കലി, അതിനുശേഷം ഏറ്റവും കൂടുതൽ ഈ ഒരു പാലസ്തീൻ എവിടെയാണ് സ്ട്രെസ് ചെയ്ത് പറയപ്പെട്ടതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് മാൻഡേറ്റിലാണ്. ബ്രിട്ടീഷ് മാൻഡേറ്റ്, അതായത് ഓട്ടോമൻ എംപറർ ബ്രിട്ടീഷ് മാൻഡേറ്റ്, ആ ഒരു ടൈമിലാണ് ഈ ബ്രിട്ടീഷ് മാൻഡേറ്റ് പാലസ്തീനോടെ വരുന്നത്. ഇതാണ് ചരിത്രത്തിൽ പാലസ്തീന്റെ 2 ഉദാഹരണങ്ങൾ. ഇത് 2 ബോഡീസ്, 2 ഗവൺമെന്റ് ബോഡീസ് കൊടുത്ത ഒരു പേരല്ലാഞ്ഞിട്ട് ഇതിന്റെ പേരിൽ ഒരു സമൂഹമോ ഒരു സൊസൈറ്റിയോ ഒരു ഐഡന്റിറ്റിയോ ഇതിനില്ല എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, ഇന്ന് അതിന് പ്രസക്തിയുണ്ട്. എന്താണ്? 1948 ഒരു കരാറുണ്ടാക്കി എഗ്രിമെന്റ് സൈൻ ചെയ്ത് 48 2 രാജ്യങ്ങളായിട്ട് തിരിഞ്ഞായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ഐഡന്റിറ്റി തന്നെ വരുന്നത്. അതിന് മുമ്പ് വരെ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഒന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ ഉള്ളത് അറബ്സ് ആണ്. അറബ് എത്നിസിറ്റി ഉള്ള അറബ് മുസ്ലിംസ് ഒക്കെയാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. റോമൻസ് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പാലസ്തീന എന്ന് പേര് കൊടുക്കുമ്പോൾ അവിടെ മുസ്ലിംസ് ഇല്ല. ഓട്ടോമൻ എംപററിന്റെ ആ ഒരു ഖലീഫറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് മാൻഡേറ്റ് വരുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ബ്രിട്ടീഷ് മാൻഡേറ്റ് പാലസ്തീനിൽ ഉള്ളതാണ് ഈ മുസ്ലിം അറബ്സ് എന്ന് പറയുന്നത്. ഇതാണ് 2 വ്യത്യാസം വരുന്നത്. 2000 വർഷത്തിന് മുമ്പുള്ള റോമൻസ് വെച്ച ഒരു പേരായിട്ടുള്ള ആ ഒരു പാലസ്തീനയ്ക്കും ബ്രിട്ടീഷ് മാൻഡേറ്റിൽ വരുന്ന പാലസ്തീനും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. പാലസ്തീൻ എന്ന് പറഞ്ഞൊരു ഹിസ്റ്ററി തന്നെ നിലനിൽക്കാതെ പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ, 2000 ഉണ്ടായിരുന്ന ആൾക്കാരും
ഇപ്പൊ അവിടെ അതായത് ഈ ഒരു ബ്രിട്ടീഷ് മാൻഡേറ്റിൽ ഉണ്ടായ ആൾക്കാരും ടോട്ടലി ഡിഫറെന്റ് ആണ്. അതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഒരു ജൂവിഷ് പറയുന്ന പോലെ ഞങ്ങൾക്ക് 3000 വർഷം 4000 വർഷം അവിടെ ഒരു പാരമ്പര്യം ഉണ്ടെന്ന് പറയുന്ന കണക്ക് ഈ ഒരു പാലസ്തീനിന് അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ചരിത്രപരമായിട്ട് തന്നെ ഉന്നയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. രണ്ടാമത് ഞാൻ ഇവിടെ ഒരു മാപ്പ് കാണിക്കാം, നിങ്ങൾ നോക്കിക്കോ. ഇതിനകത്ത് ഇസ്രായേൽ ചെയ്ത കാര്യം എന്താണ്? ഇസ്രായേൽ ഒക്ടോബർ 7 ശേഷം ചെയ്ത ഏറ്റവും മഹത്തായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട പോലെയാണ് ഈ ഒരു ഇറാൻ ആക്സിസിനെ ഓടിച്ച് കൈ കൊടുത്തത്. സ്വിച്ച് ഇട്ടതുപോലെ എങ്ങനെയാണ് ഓടിച്ച് കൈ കൊടുക്കാൻ പറ്റുന്നത്? അതിപ്പോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ നോക്കും, ഇറാൻ കഴിഞ്ഞ് അടുത്ത് കിടക്കുന്ന നോക്ക് ഇറാഖ് കഴിഞ്ഞ് അടുത്ത് കണക്റ്റഡിൽ വരുന്നത് സിറിയ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കൂ ലബനാന്റെ തൊട്ടടുത്ത് വരുന്നത് എന്താണ്? ഇസ്രായേൽ. അപ്പൊ ഇറാൻ എന്താണ് ഉദ്ദേശിച്ചത്? ഇറാൻ ത്രൂ ഔട്ട് ഈ ഒരു എൻറ്റയർ ലാൻഡ് മൊത്തം കൈക്കലാക്കി, അതായത് അവരുടെ സൈഡിലേക്ക് അവരുടെ ആക്സിസിലേക്ക് കൊണ്ടുവന്ന് അവിടെ മൊത്തം അവരുടെ ആൾക്കാരെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലീഗലി തന്നെ ആ ഗവൺമെന്റുകളെ വളച്ചെടുത്ത് അവരുടെ ഉള്ളിൽ ഈ ഒരു മിലീഷ്യ ഗ്രൂപ്പുകളെ മൊത്തം ഇങ്ങനെ നിരത്തി വെച്ച് ഇറാൻ ത്രൂ ഇറാഖ് ത്രൂ സിറിയ ത്രൂ ലബനാൻ ത്രൂ ഇസ്രായേലിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ആക്സിസ് ഉണ്ടാക്കിയത്. ഇറാൻ പറയുന്ന ആക്സിസ് ഇതാണ് ഒരു ഇറാന്റെ ആക്സിസ്. അവർ ഏത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. പക്ഷെ ഇസ്രായേൽ അതിനെ ഒരു സ്വിച്ച് ഇട്ടതുപോലെയാണ് നിർത്തിയത്. ഇപ്പൊ ഫുള്ളി ഓഫായി കിടക്കുന്നത്. ഒരു ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എങ്ങനെയാണ് ആ രീതിയിലാണ് കിടക്കുന്നത്. ഇറാൻ എന്ന് പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ തകർന്ന് തരിപ്പണം എന്ന് പറയുന്നത് അവിടെ ബോംബിട്ട് തകർത്തുന്നല്ല, ഇറാന്റെ ആക്സിസ് ഇസ്രായേലിന്റെ തൊട്ടടുത്ത് വരെ നീണ്ടിരുന്ന ഒരു കൈയെ മുറിച്ചു കളഞ്ഞതുപോലെയാണ് ഇസ്രായേൽ ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ഇതിനി തോൽവിയെന്നോ വിജയമെന്നോ എന്ത് വേണേലും ആഘോഷിക്കാം. എത്ര ആഘോഷിച്ചാലും ഒരു കാര്യമില്ല എന്നുള്ളതാണ്. സംഭവിച്ചിരിക്കുന്നത് ഇതാണ്. കൃത്യമായിട്ടുള്ള ഡേറ്റാബേസിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഗസയ്ക്കുള്ളിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഗസയ്ക്കുള്ളിൽ ഇതുവരെ 162 ഡെഡ് ബോഡീസ് ഈ ഡെബ്രിയുടെ ഉള്ളിൽ നിന്ന് ഇപ്പൊ എടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോഴാണല്ലോ അവിടെ ക്ലീനിങ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതൊരു താൽക്കാലിക വെടിനിർത്തലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് താൽക്കാലിക വെടിനിർത്തലാണ്. ഇവർ ടെന്റുകളൊക്കെ ഉപേക്ഷിച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കയറി പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ ഇവരെല്ലാരും കൂടെ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. കയറി ചെന്നിട്ട് അവിടെ JCB കൊണ്ടുവരുന്നു, ക്ലീൻ ചെയ്യുന്നു, പല പരിപാടികളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അറിഞ്ഞ ഇസ്രായേൽ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാല് നെറ്റ്സറീം കോറിഡോറിൽ നിന്ന് മാറിക്കൊടുക്കുന്നതിന് പകരം നെറ്റ്സറീം കോറിഡോറിൽ ഇസ്രായേൽ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. ഒരു അമേരിക്കൻ കമ്പനി, അത് ഒരു ഇസ്രായേൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ കമ്പനിയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇസ്രായേൽ അതായത് ഏതൊക്കെ പോപ്പുലേറ്റഡ് ഏരിയാസ് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഇസ്രായേൽ പിന്മാറുന്നോ ആ ഏരിയയിലൊക്കെ ആ മേഖലകളിലൊക്കെ ഇസ്രായേൽ ഇന്റലിജൻസിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കമ്പനിയാണ് അവിടെ കൊണ്ട് സ്ഥാപിക്കുന്നത്. അവരായിരിക്കും അവിടുത്തെ റീസെറ്റിൽമെന്റും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് ഗസയെ ഇനി പഴയതുപോലെ ഒരു ഫ്രീ മോഡിൽ വിടാൻ ഇസ്രായേൽ താല്പര്യപ്പെടുന്നില്ല. എപ്പോഴും ഇസ്രായേലിന്റെ കൺട്രോൾ തന്നെയായിരിക്കും ഇനി ഗാസ. ആ രീതിയിലാണ് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. ഖാൻ യൂനിസിൽ മാത്രം ഇന്ന് 9 ഡെഡ് ബോഡീസ് ആണ് കിട്ടിയത്, ഖാൻ യൂനിസിൽ. അപ്പൊ ഇതുപോലെ ഇനി ഇതിപ്പോ ഈ ഒരു ഡെബ്രിയൊക്കെ എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ മരണനിരക്ക് ഉയരാനുള്ള സാധ്യതയാണ് കൂടുന്നത്. ഇസ്രായേൽ ഉള്ളിൽ സംഭവിക്കുന്ന പറഞ്ഞാല് ഫാർ റൈറ്റ് ആയിക്കോട്ടെ, ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം ഈ ഒരു ബന്ദികളെ വിട്ടുകിട്ടുന്നതിൽ അവരെല്ലാം ഹാപ്പിയാണ്. പക്ഷേ ഈ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഈ ഒരു തീവ്രവാദികളെ വിട്ടുകൊടുക്കുന്നതിൽ താല്പര്യം വളരെ കുറവാണ്. അതിലും പ്രത്യേകിച്ച് ഇപ്പം നെതന്യാഹുവിന്റെ ആ ഒരു സൗദി അറേബ്യയെ കൊണ്ട് ഒരു അഡ്മിനിസ്ട്രേഷൻ ഗസയിൽ ഏൽപ്പിക്കാം എന്നുള്ളൊരു നിലയിലുള്ള ഒരു നിലപാടില്ലേ, എന്നുള്ളൊരു നിലപാടിനെ ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ പല ആൾക്കാരും ഇതിനെ എതിർക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നെതന്യാഹുവിന്റെ ഈ ഒരു നിലപാടിനെതിരെ സംസാരം വരുന്നുണ്ട്. നെതന്യാഹുവിന്റെ ഈ ഒരു നിലപാടിനെതിരെ നല്ല രീതിയിലുള്ള പ്രതിഷേധം രൂപപ്പെട്ടു വരാനാണ് സാധ്യത. കാരണം അവർക്ക് സൗദി അറേബ്യയെ കൊണ്ട് ഗസയിൽ വെക്കുന്നതിൽ യാതൊരു താല്പര്യമില്ല എന്നുള്ളതാണ്. ഗസയ്ക്കുള്ളിൽ സൗദി അറേബ്യയുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരുന്നതിനോട് ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ യോജിപ്പില്ല എന്നുള്ളതാണ്. കാരണം സൗദി അറേബ്യയെ അങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. കാരണം ഇസ്രായേലിൻ്റെതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്, ഇസ്രായേലിൻ്റെതായിട്ടുള്ള ജുദയ സമാരിയ ആ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതിനെയൊക്കെ സൗദി അറേബ്യ എക്കാലത്തും എതിർക്കുന്ന ആളാണ്. അപ്പൊ അവരെ തന്നെ കൊണ്ടുവന്ന് നിങ്ങൾ ഗസയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അതായത് എന്തെങ്കിലും ഭാവിയിൽ ഇവരിങ്ങനെ ആക്രമണം നടത്തുമ്പോഴത്തേക്കും ഇപ്പൊ സൗദി അറേബ്യയെ ഗസയിൽ കൊണ്ടുവച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു ആക്രമണം വരില്ല എന്ന് ഉറപ്പ് പറയാനൊന്നും പറ്റത്തില്ല. തീർച്ചയായിട്ടും വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് അറ്റാക്ക് വരാം, അല്ലെങ്കിൽ തന്നെ ഈ സൗദി അറേബ്യ നയിക്കുന്ന ഈ ഗസയ്ക്കുള്ളിൽ തന്നെ ആൾക്കാർ ഇൻഫിൽട്രേറ്റ് ആയി പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു ആക്രമണം നടക്കത്തേ ഇല്ല എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ആ സാഹചര്യത്തിൽ ഇസ്രായേലിന് ധൈര്യപൂർവ്വം ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ സൗദി അറേബ്യ ഒരു തടസ്സമായിട്ട് മാറും. അതും നമുക്ക് ഒരു സെക്യൂരിറ്റി ത്രെട്ട് ആണ് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ജുദയ സമാരിയ എടുക്കുന്നതെന്ന് പറഞ്ഞാല് അത് ഐഡിയോളജിക്കൽ പരമായിട്ടല്ല ഈ ഒരു ജുദയ സമാരിയ, അതൊരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ അതിനെ എയിം ചെയ്യുന്നത്. കാരണം ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഡിഫൻസിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഈ ജോർദാൻ ഭാഗത്ത് ഇപ്പൊ ഇന്നലെ തന്നെ ഒരുപാട് വെപ്പൺസ് ഒക്കെ അതുവഴി കടത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇസ്രായേലിന്റെ കണ്ടെത്തൽ. അപ്പൊ ഇതൊക്കെയുള്ള സ്ഥിതിക്ക് ഒരു ഡേറ്റാ ബേസിസ് ഒക്കെ വെച്ചിട്ടാണ് അവിടെ സംസാരിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ശരിക്കും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും വെസ്റ്റ് ബാങ്കിലുള്ള ഓപ്പറേഷൻ അതിശക്തമായിട്ട് നടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ അത് അനക്സേഷന്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ ഒഫീഷ്യലി അനൗൺസ്മെന്റ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒഫീഷ്യലി ഡിക്ലറേഷൻസ് ഒന്നും വന്നിട്ടില്ല അതിനെക്കുറിച്ച്. പക്ഷേ വെസ്റ്റ് ബാങ്കിൽ അതിരൂക്ഷമായ രീതിയിലുള്ള ക്ലീനപ്പ് പ്രൊസീജിയേഴ്സ് നടക്കുകയാണ്. ഇത് നെതന്യാഹു അതിനെക്കുറിച്ച് പറഞ്ഞത് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ഇന്ന് നെതന്യാഹു സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് വെസ്റ്റ് ബാങ്കിൽ തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു ഓപ്പറേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇത് അനക്സേഷന്റെ ഭാഗമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത് നെതന്യാഹു പറഞ്ഞത് ഈ ഹമാസ് കഴിഞ്ഞ മെയ് മാസം തന്നെ, മെയ് 2024 തന്നെ ഈ സെയിം എഗ്രിമെന്റ്, അതായത് ഇപ്പൊ ഉണ്ടായ ഒരു ട്രൂസ് ഡീൽ അഥവാ ഈ ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാർ, ഈ കരാർ മെയ്യിൽ പ്രപ്പോസ് ചെയ്ത സെയിം മാൻഡേറ്റ് തന്നെയാണ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ അപ്രൂവ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ഹമാസ് അത് അപ്രൂവ് ചെയ്തിരുന്നു. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണ് ഡിനൈ ചെയ്തത്. സ്പെഷ്യലി നെതന്യാഹു ഇതിനെ അംഗീകരിച്ചില്ല എന്നാണ് പറയുന്നത്. അതിനുള്ളൊരു മറുപടി നെതന്യാഹു ഇന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തെന്ന് പറഞ്ഞാൽ, അവര് മെയ് മാസം ഇതേ പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് 29 കറക്ഷൻസ് ആവശ്യപ്പെട്ടിരുന്നു ഹമാസ്. 29 സ്ഥലങ്ങളിൽ കറക്ഷൻ വരുത്തിക്കൊണ്ട് ഒരു ഡീൽ എങ്ങനെയാണ് ഒരു പ്രൈം മിനിസ്റ്റർ അംഗീകരിക്കുക? എന്റെ രാജ്യത്തിന്റെ നാഷണൽ സെക്യൂരിറ്റിയുടെ ഒരു ത്രെട്ടാണ്. അതിന് 29 ഏരിയയിൽ കറക്ഷൻ വരുത്തിക്കൊണ്ട് ഞാൻ വീണ്ടും ഇതേ സ്ഥലത്ത് നിങ്ങൾ ഹമാസ് വരൂ, വന്നിരുന്ന് നിങ്ങൾ ഇനിയും കൂടെ ഇവിടെ നിങ്ങൾ October 7 ഇനിയും റിപ്പീറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് ഞാൻ അവരെ വിടണോ എന്നാണ് നെതന്യാഹു ചോദിച്ചത്. വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹമാസ് അങ്ങനെ അംഗീകരിച്ചിട്ടൊന്നുമില്ല. ഹമാസ് 29 പോയിന്റ് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ എഗ്രിമെന്റ് റിജക്ട് ചെയ്യുന്നില്ലേ? എന്തിന് 29 പോയിന്റ്? ഒരു പോയിന്റ് കറക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞാലും ആ എഗ്രിമെന്റ് വാലിഡ് അല്ല. പിന്നെ കറക്റ്റ് ചെയ്ത പുതിയ എഗ്രിമെന്റ് ആണ് വാലിഡ്. സോ ഇറ്റ് മീൻസ് ആ ഒരു എഗ്രിമെന്റ് റിജക്റ്റഡ് ആണ്, അത് ഹമാസ് അംഗീകരിച്ചതല്ല എന്ന് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഗസയ്ക്കുള്ളിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ഏർപ്പെടുത്തുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു അറബ് ലീഡിംഗ് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണം. കാരണം ഈ അറബ്സിനെ ലീഡ് ചെയ്യാൻ അറബ്സിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. കാര്യം അവർക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പുറത്തുനിന്നുള്ള ഒരാളിനെ കൊണ്ട് അത് സാധിക്കില്ല. കാരണം ആ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ്, അവർ കേൾക്കില്ല. അതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അങ്ങനെ ഒരു ആളിനെ തന്നെ വെച്ച് നടത്തണം. ആ ആള് ശരിക്കും പറഞ്ഞാല് ഇസ്രായേൽ പ്ലസ് എന്താണ് ഈ ഒരു സ്പെഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ കൺട്രോളിലും നിയന്ത്രണത്തിലായിരിക്കണം ഗസ എന്ന് പറഞ്ഞ ഒരു സ്ഥലം നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ടത്. പക്ഷെ അതേസമയം ഈ ഓട്ടോണമി, അവർക്കൊരു സ്പെഷ്യൽ ഓട്ടോണമി ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുക്കുക. അതേസമയം അതിലൊരു വോട്ടിംഗ് റൈറ്റ്സ് ഒന്നും വേണ്ട, കുറച്ച് നാളത്തേക്ക് വോട്ടിംഗ് റൈറ്റ്സ് വേണ്ട. അതും ഈ സ്ഥലം ഒന്ന് സ്റ്റേബിൾ ആയിട്ട് വരുന്നവരേക്കും അവിടെ ഒരു വോട്ടിംഗ് റൈറ്റ്സിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അതേസമയം എങ്ങനെയാണോ ഇസ്ലാമിക് ടീച്ചിങ്സ്, മദ്രസ പഠനങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നത്, അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും വേണം. അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന സബ്ജക്റ്റുകളെ കുറിച്ചുള്ള ഒരു അവയർനെസ് വേണം. കാരണം തൊട്ടടുത്തിരിക്കുന്ന ഒരു അയൽവാസിയെ കുറിച്ച് മോശം പ്രചാരണമോ അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലുള്ള പഠനങ്ങളോ അതിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല. അതേസമയം എന്താണോ ഈ യഹൂദർക്കെതിരെ നടത്തിയ കൂട്ടക്കൊലകൾ, അതിനെക്കുറിച്ചുള്ള ചെറിയ അവയർനെസ്സും കൂടെ കൊടുക്കണം എന്നാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ അവരുടെ മീറ്റിംഗിൽ സംസാരിക്കപ്പെടുന്ന കാര്യങ്ങൾ. പക്ഷെ ഇതൊക്കെ പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ചോദ്യചിഹ്നമാണ്. അത് പ്രത്യേകിച്ച് ഗസയ്ക്കുള്ളിൽ ഇങ്ങനെയൊക്കെ നടപ്പിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ പറഞ്ഞ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ മെത്തേഡൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല. പക്ഷെ അതങ്ങനെ നടത്താൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു സക്സസ് ആയിരിക്കും ഇസ്രായേലിന്. കാരണം ഒരു 10-20 വർഷം കഴിയുമ്പോഴത്തേക്കും കുറച്ച് മനുഷ്യന്മാരെങ്കിലും ആ ഏരിയയിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ തീർന്നു പോകുന്നൊരു അവസ്ഥയാണ്.